സ്വർഗം വേണോ സ്വർഗം വേണോ എന്ന് കേട്ടിട്ടുണ്ട്. സ്വർഗം കൊടുക്കണം വയലാർ കേട്ടോ. ഇത് വെറുതെ പറയല്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കാം. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കാം. സ്വർഗം കൊടുക്കുന്ന കേട്ടോ, അഭിക്കുന്ന കേട്ടോ. വേണോ പൈസ ഇത് വേണോ സ്വർഗം വേണോ ഇതും വേണോ ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് ബക്കറ്റിന്റെ അവിടെ ഒരു പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കാം. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കാം. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ ആളൊക്കെ വെക്കണ്ട. നിങ്ങളെ സ്വർഗത്തിന്റെ കഥ കേക്കണ്ടേ? നിങ്ങളെ സ്വർഗ കേട്ടു നല്ല സ്വർഗ. വൈലാമാരത് മനസ്സിലായ? അപ്പൊ സ്വർഗം വേണോ സ്വർഗം വേണോ സ്വർണം വേണോ? അപ്പൊ ആർക്ക് ഈ സ്വർഗം ഇവിടെ പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഏകാഗ്രത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ബക്കറ്റ് നിങ്ങൾ എടുത്തൂടെ കൊണ്ടുവരും. കിശ കയ്യുന്ന ആവശ്യമുള്ളൂ, ശ്രദ്ധ ഇവിടെ മതി. കിശ കൈയിട്ട് 1000 രൂപ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നോക്കി 10 ആക്കണ്ട. 1000ന്റെ നോട്ടായിക്കോട്ടെ, 500ന്റെ നോട്ടായിക്കോട്ടെ. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ മോനെ മാങ്ങ വില 80 രൂപ, 2 കിലോ പോരട്ടെ, ഒരു പ്രശ്നമില്ല. അപ്പൊ 4 സ്വർഗം കൊടുത്തു. ഈ സ്വർഗത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് സ്വർഗം ആർക്കുള്ളതിന്? ഇനി സ്വർണ്ണല്ല, ലോകം മൊത്തം നിങ്ങൾ മേങ്ങെങ്കിലും ഉണ്ടാ സ്വർഗം ഇല്ലല്ലേ? സ്വർഗം കെട്ടിയ ഈ സ്വർഗത്തിനെ കൊണ്ടുപോയ കണ്ട കേട്ടോ. സ്വർഗം ഇല്ല, വണ്ണം കേട്ട സ്വർഗം സോൾഡ് ഔട്ട് ആയി. നിരത്തിയൊട്ടിക്കുന്ന പണം ആരുടെ പണമാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന് വേണ്ടി 70-ലധികം ലക്ഷം രൂപ കുവൈത്തിൽ നിന്ന് പിരിച്ച പണം, 35 ലക്ഷത്തിലധികം രൂപ MSMന്റെ സംസ്ഥാന സമിതി, പിരിച്ചുവിടപ്പെട്ട സംസ്ഥാന സമിതി MSMന്റെ ഫണ്ട്, അതിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയ 1 കോടിയിലേറെ രൂപയാണ് നാട്ടിൽ ഈ പ്രചരണ കോലാഹലങ്ങൾ മുഴുവൻ. സ്വർഗം പൊട്ടി പാലിസായില്ലേ? ഇനി കൊണ്ട് സ്വർഗം സ്വർഗത്തിന് ടിക്കറ്റ്. ಅಸ್ಸಲಾಮಲೈಕುಂ ಚಂಗಾಯಿಮಾರೆ, ಅದಾ ಮೇಲೊರು ವಿಡಿಯೋ ಬಿಟ್ರೆ ಎಲ್ಲಾರು ಡೌನ್ಲೋಡ್ ಹಾಕೋರು, 6 ಮಿಸ್ ಹಾಕಿರಂಡ. നാളെ പിന്നെ മിസ്സായിട്ട് പിന്നെ നോക്കിയിട്ടില്ല, അത് ഇതില്ല കബൂറിൽ ചൊന്നെങ്കിൽ നടക്കല്ല. ഞാൻ ചൊല്ലത് ചൊന്നിரு, ഞാൻ എല്ലാവരും ആ വീഡിയോ നോക്കണു. നാളെ പിന്നെ സ്വർഗത്തേക്ക് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പോകണം ചാൻസ് കിട്ടാൻ, ഇങ്ങനത്തെ ഒരു ചാൻസ് നിങ്ങൾക്ക് ജിന്ദാബർ കിട്ടല. എന്ത് ചൊന്നെങ്കിൽ ഇനി നാ ദർശനെല്ലാം പഠിച്ചിരേ മുങ്കർ നക്കീർ കബൂറിൽ വന്നിട്ട് മൻ റബ്ബുക മൻ നബിയുക മൻ ദീനുക കേക്കുന്നുണ്ട്. ഇപ്പൊ ഫുൾ ചേഞ്ചസ് ആക്കിരുവല്ല, ആകിർത്താക്കിയോ ചങ്ങായിമാരെ? ചൊന്നിട്ടില്ലേ വേണ്ട നാളെ അവിടെ മത്സറിൽ കാട്ടൊക്കെ വേണു, പെട്ടിൽ വെക്കോರು, സൂട്ട് കേസിൽ ഇക്കട്ട് ജാഗ്രത. ಏನು ಬೂನು പോയെങ്കിൽ പിന്നെ ചൊന്തു സുഖ ഇല്ല, ഫായ്ദ ഇല്ല. ആയത്തൊരു ജാഗ്രത ആക്കിയുള്ളൂ, ഗോഡ്രേജിൽ മാത്രം വെച്ചോളൂ. ಇದಕ್ಕೆ ಆಧಾರ್ ಕಾರ್ಡ್ ಲಿಂಕ್ ಬೇನಾವ ಅದನ್ನ ಚೊಲ್ಲೋದು ನೆನಪಿಲ್ಲ ಅಂತ. ಪಿನಂಚಂದ ಉಂಡಲ್ಲ ನೆಕ್ಸ್ಟ್ ತಿಂಗ್ ಎಲ್ಲ ಜಾಸ್ತಿ ಅವಡು ಎಂಚಂದ GST ಬಂದಲ್ಲೇ. GST ಗೊಂಡು ಇಪ್ಪ GST ಇಟ್ಟಿಟ್ಲೆ ಅದಕ್ಕೆ ಬೋನುಟ್ಲೆ. ನೆಕ್ಸ್ಟ್ ತಿಂಗ್ ಅಲ್ಲಿ GST ಬೂಲ್ಟ್ ಅಂದಾಜಿಲುಂಡು, ಅಂದ್ರೆ ಜಾಸ್ತಿ 1,000 ರೂಪಾಯಿ ಅಂತ ಅವಡು ಅಂದಾಜಿಲುಂಡು. ಮುಂದೈತಾ 250 GST പിന്നെ 250 ಟಿಕೆಟ್ ಬೇಗ ಟೈಮ್ ಇಲ್ಲ. ಸ್ವರ್ಗದ ಟಿಕೆಟ್ ಟೈಮ್ ಇಲ್ಲ, ഇപ്പൊ എല്ലാം കാലി ആവുണ്ട്. ಬೇಗ ഒരു പള്ളി 50,000 രൂപ വില നിശ്ചയിച്ചുകൊണ്ട് ആ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥലത്തിന് 7,70,000 രൂപയും വില നിശ്ചയിച്ചുകൊണ്ട് വിറ്റുകളഞ്ഞിട്ടുള്ള ഒരു ആധാരത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് 50,000 രൂപയും ആ സ്ഥലത്തിന് 7,70,000 രൂപയും മൊത്തം 8,20,000 രൂപക്ക് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ
കീഴിലുള്ള അതിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പള്ളി ഈ ജിന്നുവാദക്കാർ അവരുടെ സ്വന്തക്കാർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിന് സ്വർഗത്തെ ടിക്കറ്റ് ഉണ്ടു. ಬೇಗ ಲಾಸ್ಟ್ ಟಿಕೆಟ್ ಇದು. ಬೇಗ ಬರು ಟೈಮ್ ಇಲ್ಲ. പിന്നെ ബുക്കിംഗ് ಹಾಕೊಂತಿಲ್ಲ. പിന്നെ ബുക്കിംಗ್ ಇಲ್ಲ. ಆನ್ಲೈನ್ ಬುಕಿಂಗ್ ಹಾಕೊಂತಾರೆ. ಟಿಕೆಟ್ ಸಿಗಿ ಸ್ವರ್ಗದ ಒಂದು ಟಿಕೆಟ್ ಉಂಟು. ಬೇಗ ಈ ತಿಂಗಳು ಫೋನ್ ನಾಗಲ್ದು ಬೇಗ ಹಾಕೋರು. ಬೇಗ ಆರ್ಡರ್ ಹಾಕೋನು. ಬೇಗ നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കും. നടക്കപ്പെടുന്നുള്ള കാര്യം ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നല്ല സുഖ, രണ്ട് സംഗതി കിട്ടും, പണവും കിട്ടും പെണ്ണും കിട്ടും. ആ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം. ആ നിലക്ക് സ്വർഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാനാണ് ഈ ഒരു സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എല്ലാ ദിവസവും ഈ ഒരു തുടർ പരമ്പര സ്വർഗത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു സംസാരം കേൾക്കണമെന്നാണ് ആമുഖമായി എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.